നമസ്കാരം, എല്ലാവർക്കും PSC പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം. 228/2023 ക്വസ്റ്റ്യൻ കോഡിലെ LDC ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം സെക്ഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ GK അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മലയാളത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും പഠിച്ചു പോകാം. ആദ്യത്തെ ചോദ്യം, വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഏതാണ്? വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഓപ്ഷൻ എ, വായസം. ഏതാണ്? വായസം. എന്താണ് വായസം എന്ന് പറയുന്നത്? വായസം എന്ന് പറയുന്ന കാക്കയാണ് കേട്ടോ. കരടം, അരിഷ്ടം, ആത്മഘോഷം അതൊക്കെ ഏതിൻ്റെ പര്യായമാണ്? കാക്കയുടെ പര്യായത്തിൽ വരുന്നതാണ് വായസം, കരടം, അരിഷ്ടം, ആത്മഘോഷം. വായസം, കരടം, അരിഷ്ടം, ആത്മഘോഷം എന്നിവ കാക്കയുടെ സമാന പദങ്ങളാണ്. അപ്പോൾ വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം വായസം, അത് കാക്കയാണ്. പിന്നെ നോക്കിയേ, വിഷത്തിനൊപ്പം സമാനമായത് ഗരദം, ഗരളം, ക്ഷേളം. അടുത്ത ചോദ്യം, മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് നോക്കാം. അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, ബഹുവചനം, പൂജക ബഹുവചനം. ഏതിലാ വരുന്നത്? മാരാർ ചെണ്ട കൊട്ടുന്നു. വചനം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? വചനം എന്ന് പറഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് ആയി തന്നെ നമ്മുടെ സിലബസിലുള്ളതാണ് വചനം. അപ്പോൾ അതിൽ നമുക്ക് എന്താണ്? ഏകവചനം, ബഹുവചനം, പിന്നെ അലിംഗം, സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം ഒക്കെ പഠിക്കാനുണ്ട്. ഇവിടെ അതായി റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മാരാർ ചെണ്ട കൊട്ടുന്നു. അതിൽ മാരാർ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? ഓപ്ഷൻ ഡി, പൂജക ബഹുവചനം. എന്താ പൂജക ബഹുവചനം എന്ന് പറയുന്നത്? ബഹുമാനം അല്ലെങ്കിൽ ആദരവ് സൂചിപ്പിക്കുന്നതിനായിട്ട് ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായ ആർ, അർ, മാർ, കൾ തുടങ്ങിയവ ഏതെങ്കിലും ചേർക്കുന്നതിനെയാണ് നമ്മൾ പൂജക ബഹുവചനം അല്ലെ? ബഹുമാനം കൊണ്ട് അല്ലെങ്കിൽ ആദരവ് കൊണ്ടുള്ള ഇനിയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഇപ്പം മാരാർ, പിന്നെ തിരുവടികൾ, താങ്കൾ, സ്വാമികൾ, ഭീഷ്മർ, വൈദ്യർ, നിങ്ങൾ അതൊക്കെ ഏതിൽ വരുന്നതാണ്? പൂജക ബഹുവചനത്തിൽ വരുന്നതാണ്. പൂജക ബഹുവചനം. ഈ ബഹുവചനത്തിന് 3 വിഭാഗങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് സലിംഗം, അലിംഗം, പൂജകം. സലിംഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നതാണ് സലിംഗ ബഹുവചനം. ഒന്നെങ്കിൽ പുല്ലിംഗം, അല്ലെങ്കിൽ സ്ത്രീലിംഗം, അല്ലെങ്കിൽ നപുംസകലിംഗം. അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നതാണ് സലിംഗ ബഹുവചനം. ഓക്കെ. ഇനി അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്നവയ്ക്ക് പൊതുവേ ഉള്ള ഒരു ബഹുത്വം. ഇപ്പോൾ ആൺപെൺ വ്യത്യാസമൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്തതിനെയാണ് നമ്മൾ അലിംഗം എന്ന് പറയുന്നത്. അലിംഗത്തിന് എന്താണ് എക്സാമ്പിളായിട്ട് നമ്മൾക്ക് കുട്ടികൾ. അലിംഗത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഏത് പറയാം? കുട്ടികൾ, അധ്യാപകർ, മക്കൾ, മൃഗങ്ങൾ. അതിൽ പുല്ലിംഗം, സ്ത്രീലിംഗം എന്ന് നമുക്ക് എന്താണ് വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതിന് അലിംഗ ബഹുവചനം എന്നും. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം നമുക്ക് ആൺകുട്ടികൾ, പെൺകുട്ടികൾ അല്ലേ? ആൺകുട്ടികൾ, പെൺകുട്ടികൾ. അവിടെ എന്താണ്? പുല്ലിംഗം ഏതാണ്? സ്ത്രീലിംഗമാണോ, പുല്ലിംഗമാണോ, നപുംസകലിംഗമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ മാരാർ ചെണ്ട കൊട്ടുന്നു എന്നതിൽ മാരാർ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണ്? അധ്യാപകൻ, പുരുഷൻ, കുട്ടി, അവൻ. ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? ഓപ്ഷൻ സി, കുട്ടിയാണ് പുല്ലിംഗത്തിൽ പെടാത്തത്. ഇനി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്തതാണ് ഏത്? ഈ നപുംസകലിംഗം എന്ന് പറയുന്നത് കേട്ടോ. നപുംസകലിംഗം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്തതിന്, അതാണ് നപുംസകലിംഗം. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. അത്ഭുതം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്, ശരിയായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ? അത്ഭുതം എന്ന് എഴുതുന്നത് ഇതാണ്. 2-3 പദശുദ്ധിയായി റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അഖണ്ഡത എങ്ങനെ എഴുതുന്നത്? അഖണ്ഡത. ഓക്കെ, അഖണ്ഡത. പിന്നെ അടിമത്തം. അത് കറക്റ്റായതാണ് കേട്ടോ നമ്മൾ എഴുതുന്നത്. അഖണ്ഡത, അടിമത്തം. പിന്നെയുള്ളത് ഏതാണ്? അംഗഛേദം. അതുപോലെ തന്നെ അംഗഛേദം പോലെ തന്നെ നമുക്ക് എന്താ? അനുച്ഛേദം അല്ലേ? സെയിം തന്നെ. അനുച്ഛേദം.
അപ്പോൾ അഖണ്ഡത, അടിമത്തം, അംഗഛേദം, അനുച്ഛേദം. പിന്നെ അനിശ്ചിതം, അനിശ്ചിതത്തിന് അനിശ്ചിതം അല്ലേ, അനിശ്ചിതം. അതുപോലെ തന്നെ അന്തഃഛിദ്രം, അന്തഃഛിദ്രം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗക ശൈലി ഏതാണ്? അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി ഏതാണ്? അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ അഴകിയ രാവണൻ. ഏതാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്നത്? ഏത് ശൈലിയാണ്? അഴകിയ രാവണൻ, അഴകിയ രാവണൻ. ആനച്ചന്തം, ആനച്ചന്തം എന്ന് പറയുന്നത് എന്താ? ആകപ്പാടെയുള്ള ഭംഗി. അതാണ് നമ്മൾ ആനച്ചന്തം എന്ന് പറയുന്നത്, ആകപ്പാടെയുള്ള ഭംഗി. ഇനി ആഷാഢഭൂതി, ആഷാഢഭൂതി എന്ന് പറയുന്നത് കള്ളസന്യാസി അല്ലെ വഞ്ചകൻ, അങ്ങനെയുള്ളതിനെയാണ് ആഷാഢഭൂതി എന്ന് പറയുന്നത്. ആനച്ചന്തം എന്ന് പറയുന്നത് ആകപ്പാടെയുള്ള ഭംഗി, ടോട്ടലായിട്ടുള്ള ഭംഗി. ആഷാഢഭൂതി കള്ളസന്യാസി. പിന്നെ അഴകിയ രാവണൻ എന്ന് പറയുന്നത് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ. 96ാമത്തെ ചോദ്യം നോക്കാം. അതിന് മുന്നേ ആയിട്ട് ക്ലാസ് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. 96. താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ഏതാണ്? ഭൂമി, ഭൂമി എന്നർത്ഥം ലഭിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ക്ഷിതി. ഓപ്ഷൻ എ, ക്ഷിതി. അങ്ങനെയാണ് തടിനി, തടിനി ഏതാണ്? തടിനി, വാഹിനി, അതൊക്കെ നദിയായി റിലേറ്റ് ചെയ്ത്, നദി അല്ലേ, നദിക്ക് പറയുന്നതാണ് തടിനി, വാഹിനി. വാഹിനിക്ക് പിന്നെ സൈന്യം എന്നുള്ള ഒരു അർത്ഥവും കൂടി ഉണ്ട് കേട്ടോ. തടിയാണ് തടിനി, വാഹിനി എന്നുള്ളത് നദിയാണ്. കുലായം, കുലായം എന്ന് പറയുന്നത് എന്താണ്? പക്ഷിക്കൂട്, പക്ഷിക്കൂട്, പക്ഷിക്കൂടാണ് കേട്ടോ കുലായം, പക്ഷിക്കൂട്. പഞ്ചരം, അതെന്താണ്? അതും പക്ഷിക്കൂടാണ്. അപ്പോൾ കുലായം, പിന്നെ പഞ്ചരം, കുലായം, പഞ്ചരം, നീഢം, ഇതൊക്കെ എന്താണ്? പക്ഷിക്കൂട്, പക്ഷിക്കൂടിൻ്റെ സമാനാർത്ഥമുള്ളതാണ് കേട്ടോ. അപ്പോൾ പക്ഷിക്കൂടാണ് കുലായം, പഞ്ചരം, നീഢം. തടിനി, വാഹിനി നദിയാണ്. ഭൂമി എന്നർത്ഥം ലഭിക്കുന്നത് ഏതാണ്? ക്ഷിതി, ക്ഷിതിയാണ് ഭൂമി. അപ്പോൾ ഇതിൽ ക്ഷിതി, ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ഏതാണ്? ക്ഷിതിയാണ്. പിന്നെ ഏതൊക്കെയാണ് ഭൂമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ക്ഷിതി, ധരണി അല്ലേ, ധരണി, ധരണി ഭൂമിയാണ്. ധരിത്രി, ധരണി, ധരിത്രി. പാര്, അതൊക്കെ ഏതിൽ വരും? ഭൂമിയിൽ വരും. ക്ഷോണി, അജല, അതൊക്കെ ഭൂമിയുടെ അർത്ഥത്തിൽ വരുന്നതാണ്. അടുത്തത് നിന്ന എന്ന പദത്തിൻ്റെ വിപരീതമേത്? നിന്ന ഏതാണ്? സ്തുതി അല്ലേ, നിന്ദിക്കുക, സ്തുതിക്കുക. അധമം, ഉത്തമമാണ് കേട്ടോ. അധമത്തിൻ്റെ ഏതാണ്? ഉത്തമം. അധമത്തിൻ്റെ വിപരീതം ഉത്തമം. നിന്നയുടെ സ്തുതി. അടുത്തത് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം: ഒഴുക്കിനെതിരെ നീന്തണം, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം, ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം, ചിന്തിച്ച് പ്രവർത്തിക്കണം. ഏതാ വരുന്നത്? കാറ്റുള്ളപ്പോൾ തൂറ്റണം, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. 99. താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ് താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം? ഓപ്ഷൻസ് നോക്കാം. താമരക്കുളം, ഇറ്റിറ്റ്, മണ്ഡലം, വഴിയുണ്ട്. എന്താ ആഗമസന്ധി എന്ന് പറയുന്നത്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണവും മാറാതെ പുതിയൊരു വർണ്ണം വന്നു ചേരുക അല്ലെ, ആഗമിക്കുകയാണ്, പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ പിരിച്ചെഴുതുകയാണെങ്കിൽ നമുക്കിപ്പം പ്ലസിന് ശേഷം എന്ത് വരും? ഒരു സ്വരാക്ഷരം, പ്ലസിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ അല്ലെങ്കിൽ വാ എന്നോ വരികയും ചെയ്താൽ അതേതാണ്? ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഏതായിരിക്കും അങ്ങനെ വരുന്നത്? ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ, ഓപ്ഷൻ ഡി, വഴിയുണ്ട്, വഴിയുണ്ട്. ഓപ്ഷൻ ഡി, വഴിയുണ്ട് എന്നുള്ളതാണ് വരുന്നത്. അതായത് വഴി പ്ലസ് ഉണ്ട്. അപ്പോൾ ഊ എന്ന് പറയുന്നത് എന്താ? സ്വരാക്ഷരം. അത് ചേർത്തെഴുതുമ്പോൾ ഊടെ സ്ഥാനത്ത് എന്താവുന്നു? യാ, യു എന്ന് ആവുന്നു. അപ്പോൾ വഴിയുണ്ട്. 100.
യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ, യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ എന്ത് വരും? യഥാ ഇഷ്ടം, യഥേഷ്ടം, യഥോഷ്ടം, യഥാ ഇഷ്ടം. ഏതാ വരുന്നത്? ഓപ്ഷൻ ബി യഥേഷ്ടം അല്ലേ. യഥാ ഇഷ്ടം, യഥാ യഥാ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? യഥാ അധികം ഇഷ്ടം. അത് ചേർത്തെഴുതുമ്പോൾ ഇവിടെ ധാ ധാ എന്ന് പറയുന്ന ആ എന്നുള്ളതും ഈ അല്ലേ, ഈയും കൂടി കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഏ. അപ്പോൾ യഥേഷ്ടം എന്നാകുന്നു. യഥാ അധികം ഇഷ്ടം എന്നാണ് യഥേഷ്ടം. അപ്പം മലയാളവും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള സെക്ഷൻസ് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്